എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുന്നത് ദാറ്റ് ഈസ് വേ ബാക്ക് ഇൻ 1981 ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. കല്യാണത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് വയനാടെന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നതും അവിടെ ചെന്ന് ആദിവാസി എന്ന ആൾക്കാരെ കണ്ടുമുട്ടുന്നതും എല്ലാം. ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കൊരു ബ്രോഷർ അയച്ചു തന്നു. അത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം പെയിൻറ്റിങ് എന്താണ് കാര്യം, ഞാൻ MA ലിറ്ററേച്ചറാണ്, എന്നാലും പെയിൻറ്റിങ് എന്താണ്, എങ്ങനെയാണ്, ഇതൊന്നും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അപ്പോൾ ബ്രോഷർ വായിച്ച് ഇതെന്താണാവോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ എന്നെ കാണിച്ചു തന്നു. ഞാൻ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആദ്യമേ ഇവരുടെ തറവാട്ട് വീട്ടിൽ റൂമിൽ കയറിയപ്പം ഭിത്തിയിലൊക്കെ കരി കൊണ്ട് എന്തൊക്കെയോ വരച്ച് വെച്ചിരിക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇതെന്തു മനുഷ്യനാണാവോ, എങ്ങനെയാണോ ജീവിതം മുമ്പോട്ട് പോവുക എന്നൊക്കെ ഒരു ആശങ്കയിലായിരുന്നു ഞാൻ. അതിനുശേഷം പുള്ളി പെയിൻറ്റിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയ മട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കിനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു ആങ്സൈറ്റിയിൽ പടങ്ങളൊന്നും വരയ്ക്കാതെയായി. പിന്നെ ഫ്രണ്ട്സൊക്കെ അവിടെ വരികയും ഓരോരോ ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് പെയിൻറ്റ് ചെയ്യാതിരിക്കാൻ വയ്യാത്തൊരു ഘട്ടത്തിലേക്ക് എത്തി. കാരണം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഭർത്താവ് ഒരു ഹ്യൂമാനിറ്റേറിയനായിരുന്നു. അദ്ദേഹത്തിന് എവിടെ ഇൻജസ്റ്റിസ് കണ്ടാലും അത് ഒരു മൃഗത്തിനോടായാലും മനുഷ്യരോടായാലും അതിനെ ഉടനെ തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു ത്വരയുള്ള ആളായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ക്യാൻവാസിലാണ് പകർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് ആ കാലഘട്ടത്തിൽ ഒരിക്കലൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. പനമരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കുറച്ച് മുതലാളിമാരൊക്കെ കൂടെ റേപ്പ് ചെയ്തു. അപ്പോൾ നമുക്കറിയാമല്ലോ, നിയമത്തിൻ്റെ വഴിയെ പോയാലൊന്നും ആ കുട്ടിക്ക് നീതി കിട്ടുകയില്ല. ആ സമയത്ത് ഇദ്ദേഹം ഒരു പെയിൻറ്റിങ് ചെയ്തു. അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന സംഭവമാണ്. ഒരു കഴുകൻ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തുന്ന ഒരു പെയിൻറ്റിങ് ആയിരുന്നു. അത് മരിച്ചുപോയ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ അത് കണ്ടപാട് അവിടുന്ന് എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ട് വെക്കുകയും പിന്നീട് അത് എവിടെയോ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നും എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു പടമായിരുന്നു അത്. പിന്നെ മാനന്തവാടിയൻ ഫിഗേഴ്സും മാനന്തവാടിയൻ ഡ്രീംസും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ബേസിക്കായിട്ടുള്ളത് ഈ സൊസൈറ്റിയിൽ കാണുന്ന പുഴുക്കുത്തുകൾക്ക് എഗെയിൻസ്റ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞാൻ കാണുന്നത് ഓരോ ഫ്രെയിമും. അതുപോലെ തന്നെ ഫോർമൽ എഡ്യൂക്കേഷൻ പെയിൻറ്റിങ്ങിൽ കിട്ടാത്തത് കൊണ്ട്, അതായത് BFA MFA ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ അതിരുകളില്ലാതെ അദ്ദേഹത്തിന് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ഫോർമലായിട്ടുള്ള അവരുടെ ലിമിറ്റേഷൻസിലൊന്നും പെടാതെ എല്ലാ കാര്യങ്ങളും ആ ഫ്രെയിമിൻ്റെ അകത്ത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പലതും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പടങ്ങളാണ് അത്. പക്ഷേ ഒരു ലിമിറ്റും കൂടാതെ ഇന്ന മീഡിയ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇന്ന കളർ ഉപയോഗിക്കണം, അങ്ങനത്തെ യാതൊരു ലിമിറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിലില്ല. പിന്നെയുള്ള ഒരു പണ്ടത്തെ കാലത്ത് ഒരു 6 മാസം മെഡിറ്റേഷനിലായിരിക്കും. 6 മാസം പുള്ളി ഏതോ ചിന്തയിലൊക്കെ, ഞാനൊക്കെ കൂടെ നടന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വിചാരം എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളി വേറൊരു ലോകത്തായിരിക്കും, അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പിന്നീട് എപ്പോഴേലും അത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ, ഈ ഒരു പരാതിയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതൊന്നും പുള്ളി കേൾക്കില്ല എന്നുള്ള ഒരു വസ്തുത എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ അധികം ഇങ്ങനെ പറയാനൊന്നും നിൽക്കുകയില്ല. അത്യാവശ്യം വരുമ്പം അത് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്കും അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിലേക്കും വിടണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പക്ഷേ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പിന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കാറുണ്ട് എനിക്ക് പല കാര്യത്തിലും. അതെല്ലാം പക്ഷേ ഞാൻ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം ഞാൻ പിന്നെ അങ്ങ് ക്ഷമിക്കും. ഇത് ഇങ്ങനെയൊരു മനസ്സിൽ കിടപ്പുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം ഓർത്തങ്ങ് ക്ഷമിക്കും. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ പുള്ളിക്ക് ഈ മെഡിറ്റേഷൻ വളരെ കുറവാണ്. നടക്കാൻ പോകുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഏതായാലും ഇവിടെ വന്ന് പടം വരയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഏത് BFAക്കാരേക്കാളും MFAക്കാരേക്കാളും ഫാസ്റ്റായിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത്. വർക്കുകൾ നമ്മൾ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് തീരും. കൊളാഷ് ചെയ്യുമ്പോൾ മാത്രം കുറച്ചുകൂടെ സമയമെടുക്കും. കാരണം ഇതൊക്കെ വെച്ച് ഒട്ടിച്ചേച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലും കൂടെ വരയ്ക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ, എന്നാലും ഒരു 2 ദിവസത്തിൽ കൂടുതലൊന്നും എടുക്കുകയില്ല.
അതിന് ഞാനിവിടെ നല്ലോണം ഫയർ ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഹോള് മുഴുവനും കടലാസ് ഞുറുക്കി വലിച്ചു കീറി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ അറിയാം, ചുമ്മാ പറയുന്നതാണ്. ഇത് ഒരു ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം ആണല്ലോ എന്നുള്ള ആ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണെന്നേ ഉള്ളൂ. അത് പുള്ളിക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിലും ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഈ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും എനിക്കിപ്പോൾ ഒരു സാധനം ആവശ്യമാണെങ്കിൽ ഉടനെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് തരും. പിന്നെ എന്ത് വേണോ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ നല്ല കൺസിഡറേറ്റാണ്. ഏത് ഡ്രസ്സ് ഇട്ടാലും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയും. ഈ 70-ാം വയസ്സിൽ ഏതെങ്കിലും കെട്ടിയന്മാരുണ്ടോ ഭാര്യമാരോട് നീ അതിട്ടാൽ നല്ലതാ, അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇട്, അല്ലെങ്കിൽ ഈ സാരി ഉടുക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഏതെങ്കിലും കെട്ടിയന്മാർ ഈ ഭൂലോകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ കെയറിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. വഴക്കും ബഹളവും എല്ലാം ഞങ്ങളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതൊക്കെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ടങ്ങ് പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ പടങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിന് ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതിന് പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും മാനസികമായ ഒരു മോറൽ സപ്പോർട്ടാണ് പുള്ളിക്ക് ആവശ്യമുള്ളൂ. നേരത്തെയൊക്കെ എക്സിബിഷൻ നടത്തുമ്പോഴത്തേക്കും പുള്ളി തന്നെ എല്ലാ കാര്യങ്ങളും കാർഡ് അടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കാർഡ് അടിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാർഡ് അടുപ്പിച്ചുകൊണ്ട് വരും. പിന്നെ നമ്മളിവിടെ ഒരു ഭക്ഷണം കൃത്യസമയത്ത് കൊടുത്ത് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഒരു ക്യൂറേറ്ററുടെയും ആവശ്യമില്ല പുള്ളിക്ക്. അപ്പോൾ ആൾക്കാർ വരേണ്ടവരെ ഇൻവിറ്റേഷൻ അവിടെ കൊണ്ട് കൊടുക്കും, പത്രം ഓഫീസിൽ കൊണ്ട് കൊടുക്കും. ആൾക്കാരുടെ അന്നൊക്കെ ഇൻവിറ്റേഷൻ കൊണ്ട് കൊടുക്കുകയാണ്, മൊബൈലൊന്നുമില്ല. ഇപ്പോഴാണ് മൊബൈലെടുത്ത് വിളിക്കൽ ഒക്കെ തുടങ്ങിയത്. ഇപ്പം പിള്ളേർ വലുതായപ്പം അവർ ഡിസൈൻ ചെയ്യും. മകനൊക്കെ കാർഡും കാറ്റലോഗും ബ്രോഷറും എല്ലാം ഡിസൈൻ ചെയ്ത് അയച്ചു കൊടുക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻ വൺ വേ ഓർ അതർ. പിന്നെ അങ്ങനെയൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടിപ്പം ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. വരകളുടെ എണ്ണം കൂടിയതുപോലെ തന്നെ ക്വാളിറ്റിയും കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇത് ഇനിയും കൂടുതൽ നന്നാവട്ടെ. അങ്ങനെ നല്ല ഒരു ലോകം അറിയുന്ന ഒരു കലാകാരനായി തീരട്ടെ. അതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും.